ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്ന് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ട് ആണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വരെ വലിയ എക്സൈറ്റ്മെൻറ്റൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്നായപ്പം കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സസ്പെൻസ് ഒന്നും പൊളിക്കുന്നില്ല. ഇന്നൊരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു യാത്ര പോവാണ്. അപ്പോൾ സാധാരണ എപ്പോഴും പോകുന്ന പോലെ ഇവിടെ ഇങ്ങനെ അടുത്ത റിസോർട്ടിൽ, തൊട്ടടുത്തുള്ള റിസോർട്ടിൽ 2 ദിവസത്തേക്ക് അങ്ങനെ ഒരു യാത്രയല്ല. അങ്ങനത്തെ യാത്രയ്ക്കാണ് നമ്മളെപ്പോഴും പാക്കിംഗ് ഒക്കെ ചെയ്യാറ്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു പാക്കിംഗ് അല്ല. അതുകൊണ്ടാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് കുറച്ചധികം. കുറച്ച് സസ്പെൻസ് ഇട്ട് പറയാൻ തുടങ്ങി. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറേ കുട്ടി സസ്പെൻസ്, എനിക്ക് സസ്പെൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് മുരളിയേട്ടന് സസ്പെൻസ് കൊടുക്കാനും നിങ്ങൾക്ക് സസ്പെൻസ് തരാനും സസ്പെൻസ് കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സസ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പാക്കിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തയ്ക്കാനായിട്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ ഇപ്പം ഒരു 1 month ആയിട്ട് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര സൗകര്യമാണ്. സാധാരണ നമുക്ക് തയ്ക്കാൻ കൊടുക്കാൻ എവിടെയെങ്കിലും പോകണം, അതൊരു ഭയങ്കര മെനക്കേടാണ്. ഞാൻ പൊതുവേ ബ്ലൗസ് മാത്രമേ ഞാൻ തയ്പ്പിക്കാറുള്ളൂ, അല്ലാതെ ചുരിദാറൊന്നും ഞാൻ തയ്പ്പിക്കാറേ ഇല്ല. റെഡിമെയ്ഡ് പ്രിഫർ ചെയ്യുന്ന ഒരാൾ കിട്ടിയ ഒരു ചുരിദാർ മെറ്റീരിയൽ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ പോവാണ് കേട്ടോ. കാരണം ഈ ട്രിപ്പിന് പോകുമ്പം അതും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. താഴെ തന്നെയുള്ള സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ആദ്യം പോവാം, എന്നിട്ട് പാക്കിംഗ് സ്റ്റാർട്ട്. 2 ഫ്ലോർ ഇറങ്ങി വന്നാൽ മതി, നേരെ താഴെ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണ്. അത് ഭയങ്കര സൗകര്യമാണ് ഇവിടെ ഇങ്ങനെ ഒരു കട തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ തയ്ക്കാൻ കൊടുക്കാൻ പോകുന്നു. അതിങ്ങനെ അവിടെ പോയി കാറ് പാർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര പാടായിരുന്നു. ഇതിപ്പോൾ നേരെ 2 നില ഇറങ്ങി വന്നാൽ താഴെ തയ്ക്കാൻ കൂടെ ഡ്രസ്സ് മാറണ്ട, വീട്ടിൽ നിൽക്കുന്ന അതേ വേഷത്തിൽ വരാം. അങ്ങനെ അതവിടെ നിന്ന് ഓൾട്ടർ ചെയ്ത് മേടിച്ചുകൊണ്ട് വരുക. ഇട്ട് നോക്കി. അങ്ങനെ ഇവിടെ താഴത്ത് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല മീൻ വറക്കുന്ന മണം വരുന്നു. അപ്പൊ ഏറ്റവും ലാസ്റ്റിലത്തെ അല്ലേ ഏറ്റവും അടിയിൽ വെക്കണ്ടേ? അല്ലെ ഏറ്റവും ആദ്യം വെക്കണ്ടേ? അല്ലെ ഏറ്റവും അടിയിൽ. ഞങ്ങൾ പോകുന്നത് രാജസ്ഥാനില് ഉദയ്പൂർ, ജോധ്പൂർ, ജയ്സാൽമർ ഈ 3 സ്ഥലങ്ങളിലാണ്. രാജസ്ഥാനിലെ ജയ്പൂരിൽ 2015 നന്ദും ഒക്കെ ആയിട്ട് പോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ജയ്പൂർ പോകാത്തത്. രാജസ്ഥാൻ ഒരു വാസ്റ്റ് സ്ഥലമാണ്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ സ്ഥലവും കൂടെ പോകാനിരുന്നാൽ നമുക്കൊന്നും നേരെ ചുവയെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. അപ്പം ഉദയ്പൂർ എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി പാലസും, ഉദയ്പൂർ, ജോധ്പൂർ ഒക്കെ എനിക്ക് ഈ ഹിന്ദി സിനിമകളൊക്കെ കണ്ടിട്ട് ഈ പാലസുകളും അങ്ങനത്തെ പാലസ് ഹോട്ടൽസിലും ഒക്കെ താമസിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ചധികം നാളായിട്ട് ഇതേപോലത്തെ പാലസ് ഹോട്ടൽസ്, അതേപോലത്തെ അവിടുത്തെ പാലസുകൾ ഒക്കെ കാണാനായിട്ട് ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണണം എന്ന്. അവിടെ നല്ല ബ്യൂട്ടിഫുൾ ലേക്കുകൾ ഒക്കെ ഉണ്ടല്ലോ, പിച്ചോള ലേക്ക്, അങ്ങനത്തെ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ, പ്രത്യേകിച്ച് ഈ പാലസുകളൊക്കെ. അപ്പം അങ്ങനത്തെ സ്ഥലത്ത് പോകണം എന്നും താമസിക്കണം എന്നും ഒക്കെ കുറേ ദിവസങ്ങളല്ല വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. ജയ്പൂരിൽ പോയപ്പോഴും നന്ദുവിൻ്റെയൊക്കെ ഒരു ഫോട്ടോ ഉണ്ട്, ഇങ്ങനെ അവിടുത്തെ ആ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ടൊരു ഫോട്ടോയൊക്കെ ഉണ്ട്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നന്ദുവിന് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻ ഫുഡൊന്നും കഴിക്കാൻ പറ്റാത്ത അവസാനം കുറേ നാൾ നന്ദുവിൻ്റെ വെയിറ്റ് വരെ നന്നായിട്ട് കുറയും. ചോക്ലേറ്റ് ഒക്കെ കഴിച്ചാണ് അവസാനം നന്ദു ജീവിച്ചത് അവിടുത്തെ ആ കുറച്ച് ദിവസങ്ങൾ. ഞങ്ങളൊരു 10 days ട്രിപ്പാണ് പോയത്. ഇപ്രാവശ്യം ഒരു 7 days. ഞങ്ങൾ 9th പോയി 15th വരുവാണ് ചെയ്യുന്നത്. ഒരു 7 days ട്രിപ്പ് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു കസ്റ്റമൈസ് ട്രിപ്പ് പോലെ പോകുന്നത്. അപ്പം എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഇത് ഐറ്റിനറിയാണ് കേട്ടോ. അപ്പോൾ ഐറ്റിനറി നോക്കി ഞാനും മുരളിയേട്ടനും ഡ്രസ്സ് എടുത്ത് വെക്കണം. അതാണ് അവസാനം പോകുന്ന ദിവസത്തെ ഡ്രസ്സ് ആദ്യം വെച്ചാൽ പെട്ടി ഡേറ്റും അടിയിൽ വെക്കണമല്ലോ. അങ്ങനെ ഓരോ ദിവസവും ഇടുന്ന ഡ്രസ്സ് ഞങ്ങൾ ഏകദേശം അങ്ങനെ വലിയ മാച്ചിങ് ഒന്നും ഇല്ല, എന്നാലും ഒരുമിച്ച് വെക്കുകയാണ്. ഇങ്ങനെ ഏകദേശം ഒരു മാച്ചിങ് വരുന്നത് പോലെ അങ്ങനെയൊക്കെ നോക്കി രണ്ടുപേരും ഒരേപോലെ ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത്, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് എന്നൊക്കെ നോക്കി ഏകദേശം ഒരേപോലൊക്കെ വെക്കുകയാണ്. ഞാൻ കുറേ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇടുമോയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഒരു രസം, ഒരാഗ്രഹം. ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ വള, കമ്മൽ ഒക്കെ എടുത്തിട്ട് ചുമ്മാ രസത്തിന് ഇട്ടതാണ് കേട്ടോ. പ്രാവശ്യം അങ്ങനത്തെ കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തേക്കുന്ന കാരണം കുറച്ചധികം ഓർണമെൻറ്റ്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തെ മൂഡ് പോലെ ഇടാം എന്ന് പ്ലാൻ ചെയ്യാണ്. ഏതായാലും ഇല്ലാത്ത കാരണം കൊണ്ട് ഇടാതിരിക്കണ്ട. നമ്മൾ വൺസ് ഇൻ എ ലൈഫ് ടൈം അല്ലേ പോകുന്നത്, അതുകൊണ്ടൊക്കെ വെക്കാം എന്ന് വിചാരിച്ചു. തോന്നുകയാണെങ്കിൽ ഇടും, തോന്നില്ലെങ്കിൽ ഇടില്ല. എപ്പോഴും പറയുന്ന പോലെ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഇപ്പം ഞാൻ ചെയ്യുന്നത് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പം ഇപ്പം കുറച്ച് നാളായിട്ട്
ചെയ്തു തുടങ്ങിയതാണ് കേട്ടോ. ഞാൻ ഓരോ പ്രാവശ്യവും പറയുന്നത് എനിക്ക് ഓരോരോ പുതിയ പുതിയ അനുഭവങ്ങളോ പാഠങ്ങളോ ഒക്കെ ആയിരിക്കും. ഞാൻ ഓരോ ദിവസങ്ങളും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ ലൈഫ് ലെസണിൽ കൂടെ കിട്ടുന്ന ഓരോ പാഠങ്ങളാണ്. അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓരോ ദിവസത്തിനും നന്ദി പറയാം. എൻ്റെ ഡ്രസ്സൊക്കെ ആകെ വൃത്തിയുടെ കുളമായിട്ടിരിക്കുകയാണ് കേട്ടോ, അതിന് ക്ഷമിക്കുക. ആകെ കൂറയായിട്ടിരിക്കുകയാണ്, കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെയും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈശ്വരനോട് താങ്ക് യു പറയും. കാരണം നമ്മളെക്കാളും വിഷമിക്കുന്നതും കഷ്ടപ്പെടുന്നതും സങ്കടം അനുഭവിക്കുന്നതൊക്കെ ഒത്തിരി പേരുണ്ട്. അപ്പം ഒരുപാട് പേര് ഞാനെന്നല്ല, ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, ഇടയ്ക്കുമൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കാണാറുമുണ്ട്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇത്രയും സങ്കടങ്ങൾ, ഞാൻ എന്താ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചിന്തിക്കാറുണ്ടല്ലേ. നിങ്ങളിൽ പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, എനിക്ക് എന്താ ഇത്രയും കഷ്ടപ്പാട്, എന്നെ മാത്രം ഈശ്വരൻ എന്തിനാ ഇത്രയും ശിക്ഷിക്കുന്നത്, വൈ മീ? ആ ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് പ്രാവശ്യം, എൻ്റെ കുറ്റങ്ങൾ തന്നെ ഞാൻ പറയാം കേട്ടോ, ഞാൻ ഒരുപാട് പ്രാവശ്യം ഈശ്വരനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? കാരണം എന്നെ പോലെ ഒരു അമ്മയും ഉണ്ടാവില്ല, എനിക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടപ്പാടും സങ്കടങ്ങളും ഒക്കെ തന്നതെന്ന് ഞാൻ ഈശ്വരൻ ഒരുപാട് പ്രാവശ്യം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും ആ കംപ്ലൈൻറ്റ് മോഡിലിരുന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും സങ്കടങ്ങളേ വന്നുകൊണ്ടിരിക്കത്തുള്ളൂ. ആ കംപ്ലൈൻറ്റ് മോഡിൽ തന്നെ എപ്പോഴും പൊക്കോണ്ടിരുന്നാൽ. നേരെ മറിച്ച് നമ്മളെക്കാളും സങ്കടവും കഷ്ടപ്പാടുകളും അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയെങ്കിലും, നമുക്കിപ്പോൾ 2 കൈയുണ്ട്, 2 കാലുണ്ട്, നമുക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അതിന് ഈശ്വരനോട് താങ്ക് യു പറയണം. നമുക്ക് ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ലേ, ഈ ഒരു ദിവസം കാണാൻ പറ്റിയില്ല, അത് തന്നെ ഒരു നല്ല കാര്യമല്ലേ. എനിക്കിപ്പോൾ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നു, അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അപ്പം അതിന് ഈശ്വരനോട് ഞാൻ താങ്ക് യു എല്ലാ ദിവസവും ഇപ്പോൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എനിക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിപ്പം പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങി. എന്നുവെച്ചാൽ ആ ഒരു സങ്കടം മൂഡ് മാറ്റാം. അപ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ചിരിച്ച മുഖത്തോടെ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു സങ്കടം മൂഡല്ലാതെ, ഒരു കംപ്ലൈൻറ്റ് മൂഡല്ലാതെ, കാരണം നമ്മളെപ്പോഴും ഈശ്വരനോട് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വീണ്ടും സങ്കടങ്ങളേ തരുള്ളൂ. നേരെ മറിച്ച് നമുക്ക് ഉള്ള കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുക. ഇത്രയെങ്കിലും തരുന്നുണ്ടല്ലോ, അതിന് നന്ദി പറയുക. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് മാപ്പ് പറയുക. നമ്മൾ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറയുക. ഒരു ഫൊർഗീവ്നെസ് ചോദിക്കുക. നേച്ചറിനോടാണെങ്കിലും ഈശ്വരനോടാണ്. ഞാൻ ഈശ്വരനോട് മാത്രമല്ല നേച്ചറിനോട് കേട്ടോ. അപ്പോൾ ഈശ്വരനോട് അധികം പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ അല്ലാതെ, ഞാനൊരു മതം അങ്ങനെ പറയല്ല, നേച്ചറിനോടാണെങ്കിൽ തന്നെ നമ്മൾ ആരോടാണെങ്കിലും, നമ്മൾ നേച്ചറിനോടാണെങ്കിലും മൊത്തത്തിൽ നമ്മൾ ഫൊർഗീവ്നെസ് ചോദിക്കുക എപ്പോഴും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം തന്നെ താങ്ക് യു പറയുക. ആ ഒരു കംപ്ലൈൻറ്റ് മോഡിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് അനുഭവപ്പെടും. മൊത്തത്തിൽ എല്ലാത്തിനോടും നമ്മളിങ്ങനെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ ഇരിക്കാതെ എപ്പോഴൊരു എളുപ്പമല്ല, എനിക്കറിയാം, ഒട്ടും എളുപ്പമല്ല, എനിക്കും ഒട്ടും എളുപ്പമല്ല എന്നൊരു കാര്യം നമുക്ക് എപ്പോഴും പറ്റത്തുമില്ല കേട്ടോ. അതൊരിക്കലും പറ്റുന്ന കാര്യമല്ല. പോസിറ്റീവായിട്ടിരിക്കുക എന്ന് പറയുന്നത്, ഒരാളോട് ചെന്ന് നീ നാളെ തൊട്ട് പോസിറ്റീവായിട്ടിരിക്കണമെന്ന് ഒരിക്കലും നമുക്ക് അയക്കിട്ട് ഒറ്റ അടി കൊടുക്കാനേ തോന്നുള്ളൂ. അത് വേറെ കാര്യം. നമ്മൾ സ്വന്തമായിട്ട് ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരു കംപ്ലൈൻറ്റ് മോഡിൽ നിന്ന് മാറി ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് സ്വന്തമായിട്ടൊരു ചേഞ്ച് അനുഭവപ്പെടും. അത് ഞാൻ പ്രാക്ടീസ് ചെയ്ത് ശ്രമിച്ചെടുത്തൊരു കാര്യമാണ് കേട്ടോ, അത്രേ ഉള്ളൂ. കാരണം ഞാനും ഒത്തിരി ഡിപ്രഷൻ മോഡിൽ കൂടെയും മെഡിക്കേഷൻസിലൂടെയും ഒക്കെ ഇപ്പോഴും കടന്നു പോകുന്ന ആളാണ്. അതുകൊണ്ട് പറഞ്ഞാണ്. എനിക്കറിയാം, അങ്ങനെ വേറൊരാളോട് ചെന്ന് പറയുന്ന അത്ര എളുപ്പം അല്ല എന്ന് നന്നായിട്ട് അറിയാം. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ്ട ഇത് ഒരാളോട് പറയാൻ നല്ല എളുപ്പമെന്ന് പറയണ്ട. അതുകൊണ്ട് എനിക്കത് നന്നായിട്ട് അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ എളുപ്പമല്ല എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം എല്ലാം ആ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറേ പ്രസംഗമായി ചുമ്മാ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ അങ്ങ് കാട് കയറിപ്പോൾ, അത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ആ പ്രസംഗം മൂടിക്കൂടെ പോയാൽ എൻ്റെ പാക്കിംഗ് ഒന്നും നടക്കത്തില്ല. മുരളിയാണ് ഇപ്പോൾ ഇവിടെ രാവിലെ ഇവിടുത്തെ ഈ MC അതിൻ്റെ മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുകയാണ്. മുരളിയുടെ പാക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് ഇന്നലെ തന്നെ കഴിഞ്ഞു. ഇനി എൻ്റെ പാക്കിങ് ഡ്രസ്സുകളൊക്കെ ഇന്നലെ തന്നെ വെച്ച് കഴിഞ്ഞു. ഈ മേക്കപ്പ്, ആക്സസറീസ് അതൊക്കെയാണ് ഇന്ന് വെക്കാനുള്ളത്. പിന്നെന്താണ്, ചെരുപ്പ് വെച്ചു.
എല്ലാം വെച്ച് കഴിഞ്ഞു. ഇത് എനിക്ക് എമർജൻസി മരുന്നുകൾ എൻ്റെ കയ്യിൽ വെക്കുന്നതാണ്. അത്യാവശ്യം തലവേദനയ്ക്കുള്ളതും ഗ്യാസിനുള്ളതും. അല്ലാതെ മെയിൻ എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കാൻ, അല്ലാതെ മെയിൻ മരുന്നുകളൊക്കെ മുരളിയേട്ടൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ട്രിപ്പിന് പോകുമ്പം കുറച്ച് വയറ് പ്രശ്നം വന്നാൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ വയറിന് പ്രശ്നം വരുമ്പോൾ കഴിക്കാനുള്ള ആന്റിബയോട്ടിക്സ്, അല്ലാതെ എന്തെങ്കിലും അങ്ങനത്തെ ഇൻഫെക്ഷൻ വന്നാൽ അല്ലാതെ നോർമൽ ആന്റിബയോട്ടിക്സ് ഒക്കെ ഞങ്ങൾ മിക്ക യാത്രകളും കരുതാറുണ്ട്. നോർത്ത് ഇന്ത്യയിൽ അല്ലാതെ മിക്ക യാത്രകൾ പോകുമ്പോഴും മരുന്നിൻ്റെ ഒരു വലിയ കിറ്റ് തന്നെ കരുതാറുണ്ട്. ഇതിപ്പം അല്ലാതെ എനിക്ക് എമർജൻസിക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ടുള്ള ഞാൻ കുറച്ച് എൻ്റെ ഹാൻഡ് ബാഗ്സിൽ ഇത് എപ്പോഴും യാത്രയ്ക്കെന്നല്ല, എൻ്റെ എപ്പോഴും ഹാൻഡ് ബാഗ്സിൽ ഇവിടെ തൊട്ടടുത്ത് പോകുമ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ സ്ഥിരമുള്ള ഒരു മെഡിക്കൽ ഇതാണ് കേട്ടോ. സ്ഥിരം വെക്കുന്ന മരുന്നുകളാണ് എപ്പോഴും കയ്യിൽ ഹാൻഡ് ബാഗിലുള്ള. അതൊക്കെ ഒന്ന് എടുത്തതൊക്കെ ഒന്ന് പഴയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വെച്ചു, നട്ട്സ്, ക്ഷീണം വന്നാൽ കഴിക്കാൻ കുറച്ച് കപ്പലണ്ടി, സോൾട്ടഡ് കപ്പലണ്ടി. അത് ഞാൻ എൻ്റെ ബാഗിൽ കയറാത്തല്ല, എനിക്ക് ഞാൻ വലിയ ബാഗ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. വലിയ ഹാൻഡ് ബാഗ് എടുത്തില്ല. അവിടെ ചെന്ന് ബാഗ്സ് ഒക്കെ മേടിക്കണം എന്നുണ്ട്. അപ്പം ബാഗ് എടുത്തില്ല. അവരെല്ലാം കൂടെ പെട്ടി ഉള്ളിൽ എന്നെ അധികം പെട്ടി കൊണ്ടുപോകാൻ സമ്മതിക്കുന്നുമില്ല. എന്നുവെച്ചാൽ ഇത് മറ്റേ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് അല്ലല്ലോ, മറ്റേ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ. അപ്പൊ ഒരാൾക്ക് 15 കിലോ. അങ്ങനെ ഞാൻ കപ്പലണ്ടിയൊക്കെ മുരളിയുടെ ബാഗിലോട്ട് വെക്കുകയാണ്. ഞാൻ വലിയ ഹാൻഡ് ബാഗ് എടുക്കുന്നില്ല, എനിക്ക് അത് തൂക്കിക്കൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെ ചോക്ലേറ്റ് എടുത്ത്, കുറച്ച് ചോക്ലേറ്റും അതെൻ്റെ പെട്ടിയിൽ വെച്ചു. ഇപ്പൊ 2 പെട്ടി മുരളിയേട്ടൻ്റെ, ഒരു വലിയ പെട്ടി എൻ്റെ. അപ്പൊ ഇനി നമുക്ക് ഉദയപൂർ വ്ളോഗായിട്ട് കാണാം. ആദ്യം ഉദയപൂറാണ് പോകുന്നത്. നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് ആയിരിക്കും. ഞാൻ വീഡിയോ എടുത്ത് വെറുപ്പിക്കത്തില്ല, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും പ്ലാൻ ചെയ്യുന്നില്ല. 3 സ്ഥലത്തെ 3 വ്ളോഗ്സ് ആയിട്ട് എടുക്കാമെന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരുപാട് അങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കണം എന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ, അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗ്സ് ആയിട്ട് പ്രസന്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിനിടയ്ക്ക് ഞാൻ പോകുന്നതൊക്കെ കുട്ടി കുട്ടി ഷോർട്സ് ആയിട്ട് ഇടാം. ഇവിടേക്ക് ഷോർട്സും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. ഷോർട്സിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. അപ്പം ഷോർട്സും കൂടെ ഇടയ്ക്ക് നോക്കുക. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.